ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷഫീദ്, നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ഒരാളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്ത്രി അങ്ങനെയായി മാറിയിട്ടുണ്ട്. കാരണം നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ എല്ലാം തുടക്കം ദുരൂഹമായ ഈ സ്വർണം പൂശൽ ഒക്കെ തുടങ്ങുന്നത് തന്ത്രി അയച്ച ഒരു കത്തിൽ നിന്നാണ്. അത് അവിടെ മുതലാണ് സംശയങ്ങൾ ബലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യ പ്രതി എന്ന രീതിയിൽ തന്നെ ഒരുപക്ഷെ SIT തന്ത്രിയെ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ കോടതി എന്ത് പറയുന്നു അതുമായി ബന്ധപ്പെട്ടിരിക്കും SITയുടെ തുടർ നീക്കങ്ങൾ. സ്വാഭാവികമാണത്. നമുക്ക് ഇനിയും ചോദ്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് SIT എപ്പോഴായിരിക്കും കടക്കുക? അത്തരം ചോദ്യാവലി SIT ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഷഫീദ്? ഷഫീദിലേക്ക് അല്പ സമയത്തിനകം എത്താം. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഇനിയിപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് SIT സംഘം. ആ വൈദ്യപരിശോധന പൂർത്തിയായ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുക. ആ സമയത്ത് കോടതിയിൽ സമർപ്പിക്കേണ്ട വളരെ വിശദമായ റിമാൻഡ് റിപ്പോർട്ടും SIT ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കസ്റ്റഡി അപേക്ഷ കൂടി അതിനോടൊപ്പം SIT വെക്കുകയും ചെയ്യും. കോടതി ഈ കാര്യങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുന്നു എന്നത് സുപ്രധാനമാണ്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ SIT തയ്യാറാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലും അതിന് പിന്നാലെയുള്ള ഈ അറസ്റ്റും എന്നുകൂടി SIT വ്യക്തമാക്കുന്നു. അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള തെളിവുകൾ തന്ത്രിക്കെതിരെ ഉണ്ട് എന്നുകൂടി SIT കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്യും. അതെല്ലാം അടങ്ങിയ റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ട് നിരീക്ഷിച്ച് കോടതി എന്ത് പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഷഫീദ് തുടങ്ങുന്നു. ഷഫീദ്, ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുക, തുടർ ചോദ്യങ്ങൾ അത് ആവർത്തിക്കുക, ആ നടപടികളിലേക്കാണ് SIT നീങ്ങുക. നമുക്കറിയേണ്ടത് ഇതിന്റെ ഒരു അസാധാരണ സ്വഭാവം മാത്രമല്ല, തന്ത്രിയെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ കേസിന്റെ മുഖ്യ പ്രതി എന്ന രീതിയിലൊക്കെ SIT കാണുന്നുണ്ട്. എങ്കിൽ തന്നെ വലിയ വലിയ ചോദ്യങ്ങൾ ഇനി ബാക്കിയുണ്ട്. ആ ചോദ്യങ്ങൾ ഇന്ന് തന്നെ ചോദിച്ചു തുടരുക എന്ന ഒരു ലക്ഷ്യം SITക്കുണ്ടോ? കസ്റ്റഡിയിൽ നിന്ന് തന്നെ വേണമെന്നൊരു ആവശ്യം അത് SITക്ക് കോടതിയിൽ ആവശ്യപ്പെടാൻ കഴിയുമോ? പ്രജിൻ, നിലവിലിപ്പോൾ കസ്റ്റഡി എന്നുള്ള ആവശ്യത്തിലേക്ക് ഒരുപക്ഷെ SIT ഇന്ന് പോകാൻ സാധ്യതയില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ ആ കസ്റ്റഡിയിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ സ്വർണം എന്ത് ചെയ്തു, അത് എന്ത് തരം വിധത്തിൽ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് SITക്ക് ഇതുവരെ മറുപടിയുമില്ല. കോടതിയും രാഷ്ട്രീയമായും ഒക്കെ SIT മറുപടി പറയേണ്ട ഒരു ചോദ്യം അതാണ്. ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി കവർന്നെടുത്ത സ്വർണം ഉരുക്കിയെങ്കിൽ ആ സ്വർണം എവിടെ, ആര് കൊണ്ടുപോയി, ആര് പങ്കിട്ടെടുത്തു, ആർക്കൊക്കെയാണ് പങ്ക്, ആരാണ് പ്രതിഫലം പറ്റിയത്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കണം. ഇതിനോടകം തന്നെ A. പത്മകുമാർ, N. വാസു ഇവരെയൊക്കെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ചില കാര്യങ്ങൾ, ചില സംശയങ്ങൾ, അവർ ആ പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് നടത്തിയെന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഉണ്ട്. പക്ഷേ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിന്റെ ബേസ്. അതല്ലെങ്കിൽ കോടതിയിൽ ഇത് നിലനിൽക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കസ്റ്റഡിയിലെടുത്തിട്ടുള്ള മുരാരി ബാബു മുതൽ N. വാസു വരെയുള്ള ആളുകൾക്ക് ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല. അതേ എന്നാണ് SITയുടെ വിലയിരുത്തൽ. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർ കൃത്യമായി പാഠം പഠിച്ചുകൊണ്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് SITക്ക് മുൻപിലേക്ക് എത്തി ചില കാര്യങ്ങൾ SITയെ തെറ്റിദ്ധരിപ്പിക്കും വിധം പറഞ്ഞതെന്നൊക്കെയുള്ള വിലയിരുത്തൽ SITയെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഈ തന്ത്രിയെ ചോദ്യം ചെയ്യുക, തന്ത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾക്ക് ആ രീതിയിൽ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അതിനൊക്കെ അപ്പുറത്തേക്ക് തന്ത്രി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ചില സൂചനകൾ നൽകാൻ കഴിയും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ കോൺസ്പിറസിയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. A. പത്മകുമാറും അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസും N. വിജയകുമാറും അടക്കം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന മൊഴികൾക്ക് എന്തുമാത്രം പ്രസക്തി ഉണ്ട്, അല്ലെങ്കിൽ ആ മൊഴികളിൽ എന്തുമാത്രം സത്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്നത് തന്ത്രിക്കാണ്. തന്ത്രിയും ഈ കോൺസ്പിറസിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് SIT ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, വളരെ പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമായി ശബരിമലയിലെ ഏറ്റവും പ്രധാനിയെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള SITയുടെ നീക്കം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകൾ ആകാംക്ഷയുടേതാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെ ഇന്ന് ഉച്ചവരെയുള്ള ഷഫീദ് തുടരുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ. ഒപ്പം SIT സംഘവുമുണ്ട്. ഈ വൈദ്യ പരിശോധന ഉടൻ ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും കോടതിയിലേക്ക് തന്ത്രിയെ കൊണ്ടുപോവുക. പ്രതികരണം എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.